യെസ്. കവി സച്ചിദാനന്ദൻ, കെ സച്ചിദാനന്ദൻ, കവി ഹൃദയത്തിൽ വല്ലാത്ത സംഘർഷമാണ് ഈയിടെയായിട്ട് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം വിവാദപരമായിട്ടുള്ള ചില പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിലിടും, അതപ്പം തന്നെ പിൻവലിക്കും. കഴിഞ്ഞ ദിവസവും ഒരു പോസ്റ്റ് ഇട്ടു, ഭൂമിയിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ, സാഹിത്യ അക്കാദമി ഉൾപ്പെടെ എല്ലാ പദവികളിൽ നിന്നും ഒഴിയുന്നു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്യും. എന്താണ് കവിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സച്ചിദാനന്ദൻ ഈ കവികളെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത് ചഞ്ചല ചിത്തരാണ്, യാതൊരു സ്ഥിരതയുണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് കാലമായിട്ട് ഈ അഭിപ്രായ സ്ഥിരതയുടെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സച്ചിദാനന്ദൻ ഈ കവി എന്ന നിലയിൽ മലയാളത്തിൽ എന്തായിരുന്നുവോ അത് മുഴുവനും തകർത്ത് ഈ ഒരു ദയനീയമായ അങ്ങേയറ്റം പരിഹാസ്യമായ ഒരു ചിത്രത്തോടു കൂടിയാണ് ഇപ്പോൾ മലയാളത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എന്താ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പോലൊരു പദവി. രണ്ട്, CPM-ൻ്റെ ഈ രണ്ടാം പിണറായി ഭരണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിലും കേരളത്തിലെ ജനാധിപത്യ മണ്ഡലത്തിലും ഒക്കെ ചെലുത്തിയ വല്ലാത്തൊരു ആഘാതമുണ്ട്. അതിന് കാവൽ നിൽക്കേണ്ട, അങ്ങനെ ഒരു കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിന് കാവൽ നിൽക്കേണ്ട തലതൊട്ടപ്പനാണ് സച്ചിദാനന്ദൻ. സച്ചിദാനന്ദനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഒരു കണക്കിന് ഒരു നക്സൽ പാരമ്പര്യം ഉണ്ടല്ലോ അദ്ദേഹത്തിന്, സാംസ്കാരിക വേദിയുടെയൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. രണ്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റുകളോട് കലഹിച്ചുകൊണ്ട് ഒരു സമരപാതയിൽ എഴുതിക്കൊണ്ടിരുന്നൊരു പാരമ്പര്യമുണ്ട്. ഈ മൂന്നാമത്, അദ്ദേഹത്തിന് എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ കേന്ദ്രം ഭരിക്കുന്ന ആരായിരുന്നാലും കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി വരെ ആയിട്ടിരുന്ന ഒരു വലിയ സ്റ്റേച്ചർ ഉണ്ടല്ലോ, ഒരു ദേശീയ പ്രതിച്ഛായ ഉണ്ടല്ലോ അദ്ദേഹത്തിന്. അവിടെ നിന്നൊക്കെ വന്നിട്ട് ഒന്ന് കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായാലും, പ്രത്യേകിച്ച് ഈ മോദി കാലം വന്നതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ അന്ധമായി ജനാധിപത്യ വിരുദ്ധമായി നിരസിക്കുകയും വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ്. കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്ന ഒരാൾ വന്നിട്ട് സംസ്ഥാന സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആകുമ്പോൾ സംഭവിക്കുന്നത്, ആ നയമൊക്കെ സ്വീകരിക്കുന്ന കേന്ദ്രവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നയങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു മന്ത്രിസഭയുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വക്താവായി ഇരിക്കേണ്ടി വരികയാണ്. വേറൊന്ന്, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ സാഹിത്യ അക്കാദമിയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സാഹിത്യ അക്കാദമിയിൽ അദ്ദേഹം വന്നതിന് ശേഷം നടന്ന എല്ലാ അവാർഡ് നിർണയവും തർക്കത്തിലാണ്. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ കൊടുക്കുന്ന കത്തനുസരിച്ച് സാഹിത്യത്തിന് അവാർഡ് കൊടുക്കുന്ന ഒരു അക്കാഡമി എന്ന പേര് അദ്ദേഹത്തിന് വന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഈ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി അക്കാഡമി നടത്തുന്ന ഈ വലിയ ആഘോഷങ്ങളൊക്കെ തന്നെ, സാഹിത്യ ഉത്സവങ്ങളൊക്കെ തന്നെ വലിയ ധൂർത്താണ് എന്ന്. ഏത് കാലത്ത്? ജനങ്ങൾ പട്ടിണിയെടുക്കുന്ന കാലത്ത്, ഇപ്പോൾ വലിയ പ്രളയവും പരാതിയും അസുഖങ്ങളും ഒക്കെ വന്ന കാലത്തും അക്കാഡമി നടത്തിയ ഉത്സവങ്ങളുടെ ധൂർത്ത്. വേറൊന്ന്, ആ ധൂർത്തിനിടയിലും ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലുള്ളവർക്ക് പൈസ കൊടുത്തില്ല, പ്രസംഗിക്കാൻ വേണ്ട, വല്ലാത്ത വിവേചനം. ആലോചിച്ച് നോക്കൂ, ഓരോരുത്തർക്ക് ലക്ഷക്കണക്കിന് റുപ്യ ചെലവിട്ട് വലിയ അതിഥികളെ ദൂരെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇവിടെ 1500 രൂപ തികച്ചു കൊടുക്കാൻ മാത്രമേ അത്രയേ ഉള്ളൂ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് വിചാരിക്കുക. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കാതെ, അതുപോലെ കേരള ഗാനം, അദ്ദേഹം കൃത്യമായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം തിരിച്ചു നൽകിയിട്ടുണ്ട്. പണം തിരിച്ചു നൽകിയിട്ടില്ല എന്ന് തോന്നുന്നു, ആദ്യം 2014 തുടക്ക സമയത്ത്. അപ്പം നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന സച്ചിദാനന്ദനെ ഒരു സംഘം ആളുകൾക്ക് അദ്ദേഹത്തിനോടൊരു വെറുപ്പുണ്ട്. അതേസമയം അദ്ദേഹം പിണറായി സർക്കാരിനോട് സ്വീകരിക്കുന്ന സമീപനം, പല മോശം നിലപാടുകൾക്കെതിരെയും സച്ചിദാനന്ദൻ മൗനം പുലർത്തുന്നു എന്നൊരു ആക്ഷേപവും ഉയരുന്നുണ്ട്. അതെന്നെ, ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്ന ദേശീയ പ്രശസ്തനായ മലയാളത്തിൻ്റെ ഒരു കവി, പ്രിയപ്പെട്ട കവി, ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ടല്ലോ. മാത്രമല്ല ഒരുപാട് ട്രാൻസ്ലേഷൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ഇന്റർ കൾച്ചറൽ ആയിട്ടുള്ള പല ഇന്റർ സ്റ്റേറ്റ് അതുപോലെ ഇൻ്റർനാഷണലൊക്കെ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം എടുക്കുന്ന സ്വാതന്ത്ര്യമാണ്, ഒരു ബുദ്ധിജീവിയുടെ ധീരതയും സത്യസന്ധതയുമാണ്, ഇൻ്റലക്ച്വൽ ഓണസ്റ്റിയാണ്. അതേ സമയത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്ന ഒരാൾ
കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ എടുക്കുന്ന നിലപാട് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരിക്കുന്ന ഒരാൾ കേരള ഗവൺമെൻറ് ചെയ്യുന്ന ഈ അനിഷ്ടങ്ങൾക്കും ജനവിരുദ്ധതയ്ക്കും അഴിമതിക്കും ധൂർത്തിനും എതിരായി ഒരു അക്ഷരം മിണ്ടാൻ ബാധ്യസ്ഥനല്ലേ? എവിടെ പോയി? നാവുമരം എന്ന കവിത എഴുതിയാളാ സച്ചിദാനന്ദൻ, അത് ഓർക്കണം. മിണ്ടേണ്ടത് മിണ്ടാതിരുന്നാൽ, മിണ്ടേണ്ടത് മിണ്ടിയാൽ ഭരണകൂടം നാവരിഞ്ഞെറിഞ്ഞു കളയും. ആ നാവ് പോയി മുളച്ചിട്ട് ഒരു നാവുമരം ഉണ്ടായാൽ അതിൽ ആയിരക്കണക്കിന് നാവുകൾ വന്ന് ഭരണകൂടത്തിനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊക്കെ എഴുതിയ കവിയാണേ. ആ കവി നാവിൻ്റെ മരം പോയിട്ട്, നാവിൻ്റെ ഒരു ചില്ല ഉണ്ടോ അദ്ദേഹത്തിന് എന്തെങ്കിലും? കേരളം കൊണ്ടുവരാൻ ഉദ്ദേശിച്ച, പിണറായി കൊണ്ടുവരാൻ ഉദ്ദേശിച്ച കേരയിൽ പോലുള്ള പദ്ധതികൾ, അതിനൊക്കെതിരെ സച്ചിദാനന്ദൻ ചെറിയ രീതിയിലെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഏതൊരു വികസന പദ്ധതിയെയും വിലയിരുത്തുമ്പോൾ ആദ്യത്തെ ചോദ്യം ആർക്കു വേണ്ടി എന്നതാണ്. ഗാന്ധിജി പറഞ്ഞ ഇതുപോലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് വികസനത്തെ വിലയിരുത്തേണ്ടത്, ഈ പദ്ധതി ആവശ്യമില്ലാത്തതാണ് തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ കേരയിൽ നടത്തിയിരുന്നു. ഈ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലെ തന്നെ ആ പ്രസ്താവനയ്ക്ക് എത്ര മണിക്കൂർ ആയുസ് ഉണ്ടായിരുന്നു? ഇതാണ് സച്ചിദാനന്ദൻ. അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്താവനയ്ക്കും ഒരു ദിവസത്തെ ആയുസില്ലാതെ. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പ്രസ്താവന വന്നത്. അതിന് തൊട്ട് മുമ്പ് വേറൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ക്രിസ്തുവും ബുദ്ധനും മുതൽ ആരുടെയും പ്രസംഗം കൊണ്ട് ലോകം നന്നായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു എന്നായിരുന്നു. അത് എന്ത് രണ്ട് തരത്തിൽ മണ്ടത്തരല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്രിസ്തുവും ബുദ്ധനും ഒന്നും പ്രസംഗിച്ചിട്ട് ഭൂമിയിൽ ആരും നന്നായില്ല എന്ന് പറയാൻ ഇദ്ദേഹം ആരാ? മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ട് വലിയ യുഗപ്രഭാവന്മാരായ മനുഷ്യരുടെ, അല്ലെങ്കിൽ പ്രവാചകന്മാരോ പ്രവാചക തുല്യരോ ആയ എത്രയോ മനുഷ്യർ ഇരുട്ടിൽ നിന്ന് തെളിച്ച ചെറിയ വെളിച്ചത്തിൻ്റെ നാളം കൊണ്ടല്ലേ ഈ മാനവകുലം ഇതുവരെ എത്തിയത്. ബുദ്ധനെക്കുറിച്ച് ഒരുപാട് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ആളല്ലേ, യേശുവിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുള്ള ആളല്ലേ. ഇപ്പോൾ അവരൊന്നും പറഞ്ഞതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം പ്രസംഗിക്കുന്ന ആളുകൾ കേൾക്കുന്നില്ല എന്നും, ഇദ്ദേഹം സ്വയം വില കളഞ്ഞതുകൊണ്ട് സച്ചിദാനന്ദന് പഴയ മാർക്കറ്റ് വാല്യൂ ഒന്നും ടൈറ്റിൽ വാല്യൂ ഇല്ലാതെ പോയി എന്നാണോ അതിനെ അർത്ഥമാക്കുന്നതിന് അർത്ഥമുള്ളൂ. സത്യസന്ധമായിട്ട് ബുദ്ധനും യേശുവിനും ഒന്നും വിലയില്ലാതായിട്ടില്ല. ഇദ്ദേഹത്തിന് വിലയിടിഞ്ഞു പോകുമ്പോൾ ബുദ്ധനും യേശുവിനും വിലയിടിഞ്ഞു പോയി എന്ന് പറയുന്നതാണോ അതിൻ്റെ ശരി? ഇനി ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ പ്രസംഗിച്ചാൽ ആരും നന്നാവില്ല എന്ന് വിചാരിച്ചിട്ട് അവനവൻ്റെ ധർമ്മം നിർവഹിക്കാതെ പോലെ അതൊന്നാലോചിച്ച് നോക്കൂ. പ്രസംഗിച്ചിട്ട് നന്നായോ ഇല്ലയെന്ന് നോക്കിയിട്ടല്ലല്ലോ അധർമ്മത്തിൻ്റെ കാലത്ത് ധർമ്മം പറയേണ്ടത് അല്ലേ? വലിയ അഴിമതിയും ഈ അഴിമതി ഇങ്ങനെ തീമഴ കണക്കിന് കൊടികുത്തി വാഴുമ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ട് അരുതേന്ന് പറയാൻ ബാധ്യതപ്പെട്ട ആളല്ലേ. അന്നേരത്ത് ന്യായം പറയാണ്. ബുദ്ധൻ പറഞ്ഞിട്ടും യേശു പറഞ്ഞു, അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കാം, അത് സൗകര്യമാണ്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പോലുള്ള പദവികൾ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാം, വലിയ ശമ്പളം പറ്റാം, ആനുകൂല്യങ്ങൾ പറ്റാം, മിണ്ടിയാൽ തെറിക്കും. പിന്നെ ഇദ്ദേഹത്തിന് പറ്റുന്നൊരു വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഗാന്ധിയും യേശുവും ബുദ്ധനും ഒക്കെ പറഞ്ഞ കാലത്ത് ഇദ്ദേഹം ഈ പഴയ ക്ലാസിക്കൽ കമ്മ്യൂണിസത്തിൻ്റെ വഴിയെ സഞ്ചരിച്ച ഒരാളാണ്. മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ലെനിനിസം ആണ്, പിണറായിസം അല്ല. മാർക്സിസം വന്ന് കേരളത്തിൽ പരിണമിച്ച് എവിടെ എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്ന് അദ്ദേഹം പഠിച്ച മാർക്സിസം അല്ല കേരളത്തിൽ ഇപ്പോൾ പ്രയോഗത്തിലിരിക്കുന്ന മാർക്സിസം. അപ്പോൾ പിന്നെ നിവൃത്തിയില്ല, ആ മാർക്സിസം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല ഇന്ത്യയിലെ വിപ്ലവത്തിൻ്റെ മാർഗം മാർക്സിസം മനോഹരമായൊരു സ്വപ്നമാണ്. പക്ഷേ ആ സ്വപ്നത്തിലേക്കുള്ള ഇന്ത്യൻ പാത ബുദ്ധൻ്റെ പാതയാണ് എന്നൊക്കെ പഠിപ്പിച്ച മാർക്സിസ്റ്റ് ബുദ്ധിജീവികളാണ് ഇവർ. ബുദ്ധൻ്റെ പാതയിൽ പിണറായി വിജയനെ പോലും മാർക്സിസം പഠിപ്പിക്കാൻ പറ്റുമോ ഇവിടെ? അത് തന്നെ പ്രശ്നം. കാലം മാറിയത്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവം മാറിയത്, ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായിട്ട് CPM പോലുള്ള പാർട്ടികൾ മാറിക്കഴിഞ്ഞത്, മാർക്സിന്റെ സ്ഥാനത്ത് പിണറായി വിജയൻ ആചാര്യനായി തീർന്നത്, ഈ ആഭ്യന്തര ജനാധിപത്യം ഉണ്ടല്ലോ, ഈ പാർട്ടിക്കകത്തെ ജനാധിപത്യം ഉണ്ടല്ലോ, അത് സമ്പൂർണ്ണമായി ഏകാധിപത്യമായി കഴിഞ്ഞതൊന്നും അദ്ദേഹം അറിയാൻ വൈകിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. കവിക്കപ്പം കപടത വരുന്നുണ്ട്. കവിക്ക് കപടനാവുകയല്ലാതെ വേറെ വഴിയില്ല. രണ്ട് വഴിയേ ഉള്ളൂ. ഞാൻ രാജിവെക്കുന്നു എന്ന് എത്ര വട്ടം പറഞ്ഞു സച്ചിദാനന്ദൻ? ഇയാളെ വാക്കിന് ഞാൻ പറഞ്ഞില്ലേ, പഴയ ചാക്കിന്റെ വില എന്ന് ഞാൻ പറയുന്നില്ല. ഇദ്ദേഹത്തിന് ഇതിലിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്
ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഈ സ്വഭാവം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം എഴുതും, അത് പിൻവലിക്കും. നേരത്തെ എനിക്ക് മറവി രോഗം പിടിപെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നു. അപ്പം മറുപടികൾ വന്നു, മറവി രോഗം ഉള്ള ഒരാൾ എങ്ങനെ ആ സ്ഥാനത്തിരിക്കും, അധ്യക്ഷ സ്ഥാനത്തിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചു. അതെ അതെ, ഇദ്ദേഹം ഈ അലസമായിട്ടിരുന്നിട്ട് ഒരു കവിത എഴുതിയ കടലാസ് കീറിക്കളയുന്നത് പോലെ FB പോസ്റ്റ് ഇടുക, പിൻവലിക്കുക, പോസ്റ്റ് ഇടുക, പിൻവലിക്കുക, രാജിവെക്കുക, പിന്നെയും കയറിയിരിക്കുക. ഇത് സച്ചിദാനന്ദൻ ഈ പണി എനിക്ക് തോന്നുന്നു അടുത്ത മാർച്ച് വരെ, ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നതാ, മാർച്ച് വരെ എനിക്ക് കാലാവധി ഉണ്ടല്ലോ, അത് ഓർത്താൽ പോരുന്ന ആ കാലാവധി വരെ അള്ളിപ്പിടിച്ചിരുന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിയിട്ട് പോയാൽ പോരെ. അതിനിടയിൽ ഇങ്ങനെ രാജിവെക്കുക, അതിനിടയ്ക്ക് നാട്ടുകാരെ നന്നാക്കാൻ തീരുമാനിക്കുക, എന്നിട്ട് പിന്നെ അത് നന്നാവില്ലാന്ന് തീരുമാനിക്കുക. എനിക്ക് തോന്നുന്നു സച്ചിദാനന്ദന് ഗൗരവമായിട്ട് എന്തോ സച്ചിദാനന്ദൻ്റെ വാക്കും പഴയ ചാക്കും എന്നൊരു പ്രയോഗം ഞാൻ പറയുന്നില്ല, സച്ചിദാനന്ദൻ്റെ വാക്കും അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ കവിതയും എന്നെങ്കിലും പറയാം, അതിനുള്ള വിലയെങ്കിലും അദ്ദേഹം സ്വന്തം വാക്കിന് കൽപ്പിക്കേണ്ടതാണ്. വാക്ക് മരം ആലോചിച്ചു നോക്കുക. അങ്ങനെ ഒരു മനുഷ്യനാണ് സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു കവിയെ മാഷ് എങ്ങനെ നോക്കിക്കാണുന്നത്? ഒരു അദ്ദേഹത്തിന്റെ വർക്കിനെ, കവിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ട കവിയല്ല പണ്ടും സച്ചിദാനന്ദൻ. പച്ചക്ക് അദ്ദേഹമാണ് ഈ ഗദ്യ കവിതകളുടെ ഒരു കൾച്ചർ കൊണ്ടുവന്നത്. ഗദ്യ കവിതകൾ വലിയൊരു സൗകര്യമായിരുന്നല്ലോ. ഗദ്യ കവിതകൾക്ക് താളം വേണ്ട, ഗദ്യ കവിതകൾക്ക് ഒരു സൗകര്യമുണ്ട്, പക്ഷേ കണ്ടന്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ കണ്ടന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ കവിതയ്ക്ക്. അത് ഗദ്യ കവിതകൾ വന്ന കാലത്ത് പിടിച്ചു നിന്നൊരു കവിതയാണ്. ഗദ്യം വന്നാലും പദ്യം വന്നാലും കാവ്യത്തിൻ്റെ ഉള്ളടക്കം കൊണ്ട് കാലാധിപത്യമായി നിലനിൽക്കുന്ന കവിതകളല്ല സച്ചിദാനന്ദൻ്റേത് എന്നാണ് എൻ്റെ വിശ്വാസം. അത് വേറെ വിലയിരുത്തേണ്ടതാണ്. സച്ചിദാനന്ദൻ്റെ കാലത്ത് തുടങ്ങിയിട്ട് കാലത്തെ അതിജീവിച്ച കവിയാണ് കടമ്മനിട്ട. അങ്ങനെ ഒരു കവിയാണ് KGS പോലും. സച്ചിദാനന്ദനേക്കാൾ മികച്ച കവിയാണ് KGS എന്ന് വായനക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് സച്ചിദാനന്ദനെ മികച്ച കവിയായി നമ്മളാരും കണ്ടില്ല, പക്ഷെ അപ്പോഴും ഞാൻ കണ്ടിരുന്നത് ഒരു മികച്ച ചിന്തകൻ എന്ന നിലക്കാണ്, ഒരു മാർക്സിസ്റ്റ് ചിന്തകൻ എന്ന നിലക്ക്, അടിസ്ഥാന വർഗത്തോടൊപ്പം നിന്ന ഒരാൾ എന്ന നിലക്ക് ആണ് എപ്പോഴും നിന്നിട്ടുള്ളത്. അദ്ദേഹത്തെ അന്ന് നയിച്ചിരുന്നത് ഒരു മാർക്സിയൻ വിപ്ലവത്തിൻ്റെ, സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ആശയങ്ങളായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലതും ബാക്കിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വല്ല വിപ്ലവവും ബാക്കിയുണ്ടെങ്കിൽ അത് അവസരവാദ വിപ്ലവം മാത്രമായിരിക്കാനാണ് സാധ്യത. അവസരവാദ വിപ്ലവം. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം പിൻവലിച്ച പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: എനിക്ക് ഭൂമിയിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നേരത്തെയും ഇക്കാര്യം പങ്കുവച്ചിരുന്നു. ലാപ്ടോപ്പിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതുണ്ട്. അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷൻ, ആറ്റൂർ രവിവർമ്മ ഫൗണ്ടേഷൻ, സാഹിത്യ അക്കാദമി, ദേശീയ മാനവിക വേദി അടക്കം സംഘാടകൻ എന്ന നിലയിൽ ഞാൻ സഹകരിച്ചിട്ടുള്ള സംഘടനകളുടെ ചുമതലയിൽ നിന്നും ഒഴിയുകയാണ്. കുറച്ചു നേരം ആ പോസ്റ്റ് പിൻവലിച്ചപ്പോൾ അതൊക്കെ വീണ്ടും ഏറ്റില്ലേ? ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഇപ്പോൾ എളുപ്പമുണ്ട്, ഇതൊക്കെ ഫേസ്ബുക്കിൽ രാജിവെക്കാം, ഫേസ്ബുക്കിൽ പിൻവലിക്കാം. മാഷ് പറയുന്ന ഒരു കവിത എഴുതിയിട്ട് ഈസിയാണ്, വളരെ ഈസിയാണ്. സച്ചിദാനന്ദൻ എന്തു പറ്റി എന്ന് ചോദിച്ചാൽ സംഘർഷമാണ്, മാനസിക സംഘർഷം തന്നെയാണ്. ഇത് ഒരു കാര്യം വളരെ ക്ലിയറാണ്. ഇത് ഈ അധികാര സ്ഥാനങ്ങളുടെ ഇത് പണ്ട് MN വിജയൻ മാഷ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്: എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ സ്വീകരണ മുറിയിൽ പളുങ്കുപാത്രത്തിൽ ചില്ലിട്ട് വെക്കാനുള്ള സ്വർണ്ണ മത്സ്യങ്ങളായി എന്ന് നമ്മുടെ ബുദ്ധിജീവികൾ മാറുന്നുവോ അന്ന് നമ്മുടെ നാട് തകരുന്നു എന്ന് പറയുന്നുണ്ട്. സച്ചിദാനന്ദൻ്റേതല്ല ഈ തകർച്ച, കേരളത്തിൻ്റേതാണ്.